ആധാരേ പരമേ സഹസ്രകിരണം താരാധിപം സ്വാശ്രേ മാഹേയം മണിപൂരകെ. നാളും പേരും കമന്റ് ബോക്സിലൊക്കെ ഇട്ട് വരാൻ മറക്കരുത്. ഇട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. 2025 ജൂൺ ആഴ്ച ഫലമാണ് നമ്മളിവിടെ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ ഫലം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അശ്വതി, പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കാൻ ഇടയാകും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. ഭരണി, കൂട്ട് ബിസിനസ്സിൽ നിന്നും മാറി സ്വന്തമായ ബിസിനസ് ചെയ്യാൻ ഇടവരും. ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കാൻ ഇടയാകും. കാർത്തിക, മകളുടെ വിവാഹത്തിന് തീരുമാനമാകും. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുഭവം ഉണ്ടാവും. സന്താനങ്ങളുടെ സംരക്ഷണത്താൽ മനസ്സിന് സമാധാനം ഉണ്ടാകും. മകയിരം, രോഹിണി, ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന പല ഘടകങ്ങൾ വന്നു ചേരുമെങ്കിലും ആത്മധൈര്യം വിടാതെ പ്രവർത്തിക്കും. ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഇടയാകും. മകയിരം, ഔദ്യോഗികമായി ദൂരയാത്രകളും ചർച്ചകളും വേണ്ടിവരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള മാനസിക അവസ്ഥ ഉടലെടുക്കും. തിരുവാതിര, സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെയുള്ള പ്രവൃത്തികൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തും. നറുക്കെടുപ്പിലും സമ്മാന പദ്ധതികളിലും വിജയിക്കാൻ ഇടയാകും. പുണർവം, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ആധുനികവൽക്കരണം അത്യന്താപേക്ഷിതമാകും. മേലധികാരികളുടെ തെറ്റിദ്ധാരണകൾ നീക്കാൻ സാധിക്കും. പൂയം, പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും സംയുക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഉപകരിക്കും. സൗമനസ്യ സമീപനത്താൽ സർവകാര്യ വിജയം നേടും. സേവന സാമർഥ്യത്താൽ അധികാരികളുടെ പ്രശംസ പ്രീതി നേടും. ആയില്യം, ജനോപകാരപ്രദമായ പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ അവസരം ഉണ്ടാകും. കുടുംബസമേതം പുണ്യതീർത്ഥ യാത്രകൾക്ക് അവസരം വന്നുചേരും. മകം, പ്രലോഭനങ്ങളിൽ അകപ്പെടരുത്. വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും. ശുഭാപ്തി വിശ്വാസവും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും. പൂരം, വാഗ്വാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് നല്ലത്. വാത പ്രമേഹ രോഗപീഠകൾ വർദ്ധിക്കും. ഉപരിപഠനത്തിന് അനുയോജ്യമായ ഉദ്യോഗം ലഭിക്കാനിടയാകും. ഉത്രം, അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ സർവാത്മന സ്വീകരിക്കും. അത്തം, വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സന്തുഷ്ടിയും സമാധാനവും ഉണ്ടാകാനിടയുണ്ട്.
മേലധികാരിയുടെ തെറ്റിദ്ധാരണകൾ തിരുത്തുവാൻ അവസരം ലഭിക്കും. ചിത്തിര ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര സഫലമാകും. മാതാപിതാക്കളുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിൽ കൃതാർത്ഥനാകും. വാഹനം മാറ്റിവാങ്ങാൻ ഇടയാകും. ചോതി ഗുരുനാഥൻ നിർദ്ദേശിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിൽ ചേരുവാൻ സാധിക്കും. കാർഷികമേഖലയിൽ നിന്നും ആദായം കുറഞ്ഞിരിക്കും. വിശാഖം ഔദ്യോഗികമായി സ്ഥാനമാറ്റവും ഉണ്ടാകും. അവതാവും ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തനാകും. ഉദ്യോഗത്തോടനുബന്ധമായി ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനിക്കും. അനിഴം അവസരോചിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കും. മേലധികാരികളുടെ ചുമതലകളും ഏറ്റെടുക്കും. തൃക്കേട്ട ദേഹത്തിന് തളർച്ച അനുഭവപ്പെടുന്നതിനാൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാകും. അഭിപ്രായ സമന്വയത്തിനായി അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കും. മൂലം വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. പണം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ സൂക്ഷിക്കണം. ആശയവിനിമയങ്ങളിൽ അപാകത ഉണ്ടാകാതെ സൂക്ഷിക്കണം. പൂരാടം പിതാവിന് അസുഖങ്ങൾ വർദ്ധിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കും. നിശ്ചയദാർഢ്യത്തോടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടാനിടയാവും. ഉത്രാടം കലാകായിക മത്സരങ്ങളിൽ വിജയിക്കും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും. തിരുവോണം പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ചിലവുകൾ നിയന്ത്രിക്കണം. ആരോഗ്യം തൃപ്തികരം ആയിരിക്കും. അവിട്ടം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സുഹൃത്ത് സഹായത്താൽ സാധ്യമാകും. അർഹമായ അംഗീകാരങ്ങൾക്ക് കാലതാമസം നേരിടും. ചതയം സ്വയം നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. പൂരുരുട്ടാതി നിശ്ചയിച്ച വിവാഹത്തിൽ കാലതാമസം ഉണ്ടാവും. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷി ആകും. യാത്രാവേളയിൽ പണവും രേഖകളും നഷ്ടപ്പെടാൻ ഇടയാകും. പദ്ധതി ആസൂത്രണങ്ങൾ വിജയിക്കും. ഗ്രഹം മാറുവാനുള്ള തീരുമാനം തൽക്കാലം ഉപേക്ഷിക്കും. രേവതി പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ വിദഗ്ധ ഉപദേശം തേടും. ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതിന് കൃതാർത്ഥത തോന്നും. ഇതോടുകൂടി ഈ ആഴ്ചത്തെ ആഴ്ചഫലം ഇവിടെ സമാപിക്കുന്നു.